ഗ്യാസിൻ്റെ പെയിനും ഈ ഹാർട്ട് അറ്റാക്കും തമ്മിൽ എങ്ങനെയാണ് നമ്മൾ തിരിച്ചറിയുന്നത്? കുറേയൊക്കെ നമ്മുടെ കയ്യിലിരിപ്പാണ്. പക്ഷേ ഒരു മൈനർ ഹാർട്ട് അറ്റാക്കിൽ പോലും ഒരു വെൻട്രിക്കുലർ ഫിബ്രിലേഷൻ വന്നിട്ട് ഒരു കാർഡിയക് അറസ്റ്റ് വരാനും സഡൻ കാർഡിയക് ഡെത്ത് വരാനുള്ള സാധ്യത. ഏത് പ്രായത്തിൽ ഞാൻ എൻ്റെ ഹൃദയത്തിന് വേണ്ടിയിട്ട് ഏത് തരം ടെസ്റ്റ് ചെയ്യും? ഹാർട്ടിൻ്റെ അടിഭാഗത്ത് വരുന്ന അറ്റാക്ക് ഉണ്ട്, ഇൻഫീരിയർ വാൾ MI എന്ന് പറയും. അത് ഈ വയറിനോട് ചേർന്നിരിക്കുന്ന ഒരു ഭാഗമാണ്. അപ്പോൾ അതിൻ്റെ പെയിനും ഈ ഗ്യാസ്ട്രൈറ്റിസിൻ്റെ പെയിനും പല സമയത്തും സിമിലർ ആയിട്ടായിരിക്കാം. ഫ്രഞ്ച് ഫ്രൈസ് ഇത്ര ഉപദ്രവകാരിയാണോ ഡോക്ടർ? എനിക്കറിയാവുന്നൊരു ആളുണ്ട്, അദ്ദേഹത്തിന് ഹൃദയരോഗം വരികയും ചെയ്തു, ഹാർട്ട് അറ്റാക്ക് വന്നു. ഫിറ്റാണ്, അതാണ് രസം. എന്ന് വെച്ചാൽ എൻ്റെ കാഴ്ചയിൽ ഫിറ്റാണ്, നല്ല മെലിഞ്ഞ് നല്ല ഒതുങ്ങി, ഇച്ചിരി വയറുണ്ട്. പക്ഷെ അല്ലാണ്ട് വളരെ ഒരിക്കലും ഞാൻ അങ്ങനെ ഒരാളെ ഞാൻ മനസ്സിലൊരു ഹൃദയത്തിന് കുഴപ്പമുണ്ടാകുന്ന ഒരാളാണെന്ന് ഞാൻ സങ്കല്പിച്ചിട്ടില്ല. പക്ഷേ പെട്ടെന്ന് പുള്ളിക്ക് ഹാർട്ട് അറ്റാക്ക് വന്നു. ആൻഡ് ഹി വാസ് ഓൺലി 33. ഞാൻ ഞെട്ടി, ആ ഒരു പ്രായത്തിൽ അങ്ങനെ ഒരാൾക്ക് ഹാർട്ട് അറ്റാക്ക് അത് നമുക്കറിയില്ലല്ലോ, പറയുന്നില്ല. എന്നാൽ ആ കാഴ്ചയിൽ മെലിഞ്ഞിരിക്കുന്നവരെ കാണുമ്പോൾ, ഒതുങ്ങിയിരിക്കുന്നവരെ കാണുമ്പോൾ ഇവർക്കൊന്നും ഹാർട്ട് അറ്റാക്ക് വരില്ല, പക്ഷെ ഇച്ചിരി തടിച്ചോരോ അവർക്ക് കൊളസ്ട്രോളും ഇതും കാണും, ഹാർട്ട് അറ്റാക്ക് വരാമെന്നൊരു ചിന്തയുണ്ട്. ഈ ചിന്തയിൽ എന്തെങ്കിലും ഒരു അർത്ഥമുണ്ടോ? അതിന് ഇതിലെല്ലാം നമുക്കൊരെല്ലാം അവൈലബിൾ ആയിട്ടുള്ള ഈ പോപ്പുലേഷൻ സ്റ്റഡീസാണ്. അതായത് ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ നടത്തിയിട്ടുള്ള സ്റ്റഡീസാണ്. അത് ഒരു ആളിൽ അത് നമുക്ക് 1:1 ആയിട്ട് നമുക്ക് തന്നെ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ എല്ലാ മെലിഞ്ഞവർക്കും ഹാർട്ട് അറ്റാക്ക് വരില്ല എന്ന്, എല്ലാ തടിച്ചവർക്കും ഹാർട്ട് അറ്റാക്ക് വരുമെന്നുമില്ല. ഓക്കെ, തടിച്ചവരിൽ ഓഫ് കോഴ്സ് ഹാർട്ട് അറ്റാക്ക് വരാനുള്ള സാധ്യത അധികമാണ്, മെലിഞ്ഞവർ സാധ്യത കുറവാണ്, അത് ശരിയാണ്. പക്ഷേ അതുകൊണ്ട് മെലിഞ്ഞവരിൽ ആർക്കും ഹാർട്ട് അറ്റാക്ക് വരില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. ഇയാൾക്ക് ഈ പറഞ്ഞ ആളിൽ ചിലപ്പോൾ പുകവലി ഉണ്ടായിരുന്നിരിക്കാം, അറിയില്ല. അയാളുടെ കൊളസ്ട്രോൾ എത്രയാണെന്നുള്ളത് നമുക്ക് അറിയില്ല. ചിലപ്പോൾ അയാളുടെ കൊളസ്ട്രോൾ വളരെ ഹൈ ആയിരിക്കും. ചിലപ്പോൾ അയാൾക്ക് പാരമ്പര്യമായിട്ട് കൊളസ്ട്രോൾ കൂടുന്ന പ്രശ്നം ഉണ്ടായിരിക്കാം. ഇപ്പോൾ അയാളുടെ LDL ഈ പാരമ്പര്യമായിട്ട് ഫെമിലിയൽ ഹൈപ്പർ കൊളസ്ട്രോളിമിയ എന്ന് പറയും. പാരമ്പര്യമായിട്ട് കൊളസ്ട്രോൾ വളരെ അധികമായിരിക്കും. അവരുടെ LDL ലെവൽ 190 കൂടുതലായിരിക്കും. അങ്ങനെയുള്ളവർക്ക് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഹാർട്ട് അറ്റാക്ക് വരും. അപ്പോൾ അതുകൊണ്ട് മെലിഞ്ഞിരിക്കുന്നതിന് ഹാർട്ട് അറ്റാക്ക് വരില്ല എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. ഇപ്പം ജെനറ്റിക്സിനെ കുറിച്ച്, ഇപ്പം പാരമ്പര്യത്തിനെ കുറിച്ച് ഡോക്ടർ പറഞ്ഞല്ലോ. പണ്ട് നമ്മൾ ഏറ്റവും കൂടുതൽ പേടിച്ചിരുന്നത് നമ്മുടെ കാരണവന്മാർക്ക് ആർക്കെങ്കിലും ഒരു ഹാർട്ടിന് പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമുക്ക് വരാൻ സാധ്യതയുണ്ടെന്ന് ചെറുപ്പം തൊട്ട് പറയും. ഞാനൊക്കെ അത് കേട്ടിട്ടുണ്ട്. എൻ്റെ ഗ്രാൻഡ് ഫാദറിന് ഹാർട്ട് അറ്റാക്ക് വന്നിട്ടുണ്ട്, എൻ്റെ അപ്പൻ മരിച്ചതും ഹാർട്ട് അറ്റാക്ക് വന്നിട്ടാണ്. അപ്പോൾ നമ്മളോട് എപ്പോഴും ഹൃദയത്തിനെ സൂക്ഷിക്കണം എന്ന് പറയുമായിരുന്നു. പക്ഷേ റീസെൻ്റ്ലി അതിനുശേഷം പിന്നീട് പറഞ്ഞു സിറ്റിംഗ് ഈസ് ദി ന്യൂ സ്മോക്കിംഗ്. അപ്പോൾ അതുകൊണ്ട് ഈ വെറുതെ ഇരുന്ന് ഇങ്ങനെ പണിയെടുക്കുന്നവർക്ക് ഹാർട്ട് അറ്റാക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ്. അതും കഴിഞ്ഞിട്ട് ഞാൻ വായിച്ചു, എന്തിന് നമ്മൾ ഇരിക്കലും ഇതൊന്നുമല്ല, ഒരു പാക്ക് ഫ്രഞ്ച് ഫ്രൈസ് കഴിക്കുന്നത് പോലും ഭയങ്കര മോശമാണെന്ന്. ഏറ്റവും സ്നേഹിക്കുന്ന ഫ്രഞ്ച് ഫ്രൈസ് ഇത്ര ഉപദ്രവകാരിയാണോ ഡോക്ടർ? ഇതിന് എനിക്ക് ഒരു ഉത്തരവേ പറയാനുള്ളൂ. ഇതെല്ലാം ഞാൻ പറഞ്ഞതുപോലെയാണ്. ഇത് ഒരു ഫാക്ടർ കൊണ്ടല്ല ഇതൊന്നും വരുന്നത്. ഇപ്പോൾ ഫ്രഞ്ച് ഫ്രൈ കഴിച്ചു എന്നുള്ളത് കൊണ്ടല്ല ഹാർട്ട് പ്രോബ്ലം വരുന്നത്. ഇത് വർഷങ്ങളായിട്ടുള്ള ഇൻസൾട്ടാണ്. പാരമ്പര്യം അതിലൊരു പ്രധാനപ്പെട്ട ഘടകമാണ്. ഡയബറ്റീസിന് നല്ലൊരു പാരമ്പര്യം ഉണ്ട്. കുടുംബപരമായിട്ട് ഡയബറ്റീസ് ഉള്ള ഒരുപാട് ആൾക്കാരുണ്ട്. ഓഫ് കോഴ്സ് അവർക്ക് ഹാർട്ട് പ്രോബ്ലം വരാനുള്ള സാധ്യത വളരെ അധികമാണ്. അതുപോലെ തന്നെയാണ് ഈ ഫെമിലിയൽ ഹൈപ്പർ കൊളസ്ട്രോളിമിയ. കൊളസ്ട്രോൾ മെറ്റബോളിസം ഒരു കോംപ്ലക്സ് പ്രൊസീജിയറാണ്, കോംപ്ലക്സ് പ്രോസസ്സാണ് കൊളസ്ട്രോളിനെ നമ്മുടെ ബോഡി ഹാൻഡിൽ ചെയ്യുന്നത്. അതിൽ എവിടെ എറർ ഉണ്ടായിക്കഴിഞ്ഞാലും ഹൈപ്പർ കൊളസ്ട്രോളിമിയ, കൊളസ്ട്രോളിൻ്റെ ലെവൽ വളരെ ഹൈ ആകും. ഫൈനലി ഈ ബ്ലോക്ക് എന്ന് പറയുന്നത് കൊളസ്ട്രോൾ അടിഞ്ഞിട്ടുള്ളതാണ് സാധനം. ഈ ഒരു ഹാർട്ടിലെ രക്തക്കുഴൽ ബ്ലോക്ക് എന്ന് പറയുന്നത് കൊളസ്ട്രോൾ അടിഞ്ഞിട്ടുള്ളതാണ്. അതെങ്ങനെ വരുന്നു, എന്തുകൊണ്ടാണ് കൊളസ്ട്രോൾ അടിയുന്നു എന്നുള്ളതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം. ഈ ഹൈ കൊളസ്ട്രോൾ ലെവൽ തന്നെയാണ്. ഇപ്പോൾ ബ്ലഡിലെ കൊളസ്ട്രോൾ ലെവൽ ഹൈ ആണെന്നുണ്ടെങ്കിൽ കൊളസ്ട്രോൾ ഡെപ്പോസിറ്റ് ചെയ്യാനുള്ള സാധ്യത വളരെ അധികമാണ്. അതുപോലെ തന്നെ മറ്റ് പല പാരമ്പര്യ ഘടകങ്ങളുമുണ്ട്. ഇപ്പോൾ ഈ നമ്മുടെ രക്തക്കുഴലുടെ ഘടന ശരിയല്ല എന്നുണ്ടെങ്കിൽ, രക്തക്കുഴൽ ഹെൽത്തി അല്ല. ഇപ്പം നല്ലൊരു രക്തക്കുഴലാണെന്നുണ്ടെങ്കിൽ അതിൽ കൊളസ്ട്രോൾ അടിയാനുള്ള സാധ്യത കുറവാണ്. പക്ഷേ പാരമ്പര്യമായിട്ടോ അല്ലെങ്കിൽ മറ്റ് പല കാരണങ്ങൾ കൊണ്ടോ രക്തക്കുഴലുടെ വാൾസ്, രക്തക്കുഴലുടെ ഭിത്തി ഡാമേജ് ആണെന്നുണ്ടെങ്കിൽ അവിടെ കൊളസ്ട്രോൾ അടിയാനുള്ള സാധ്യത കൂടുതലാണ്. നമ്മുടെ വീട്ടിൽ ആ പൈപ്പിൽ ഈ ബ്ലോക്സ് ഉണ്ടാകത്തില്ലേ, ഈ അഴുക്കടിഞ്ഞിട്ട് ബ്ലോക്സ് ഉണ്ടാകും. എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത്? നമ്മുടെ വെള്ളം മോശമാണെന്നുണ്ടെങ്കിൽ ബ്ലോക്ക് ഉണ്ടാകും. ഇപ്പോൾ വെള്ളത്തിൽ ഒരുപാട് അഴുക്കുണ്ടെന്നുണ്ടെങ്കിൽ ബ്ലോക്ക് ഉണ്ടാകും. അപ്പോൾ നമ്മുടെ രക്തത്തെ ആ വെള്ളമായിട്ട് തന്നെ കണക്ക് കൂട്ടാം. നമ്മുടെ രക്തത്തിൽ കൊളസ്ട്രോൾ അധികമാണെന്നുണ്ടെങ്കിൽ അതൊരു ബാഡ് ബ്ലഡാണ്. അപ്പോൾ അതിൽ ബ്ലോക്ക്സ് ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. പക്ഷെ അതുപോലെ തന്നെ വേറെ പ്രധാനപ്പെട്ട കാരണമാണ് പൈപ്പിൻ്റെ ക്വാളിറ്റി. ഇപ്പോൾ നിങ്ങളുടെ വീട്ടിലിരിക്കുന്ന പൈപ്പ് മോശമാണ്, പൈപ്പിൽ അവിടെ ഇവിടെയൊക്കെ ക്രാക്സ് ഉണ്ട്, അവിടെ ഈ ഉൾഭാഗം ഡാമേജ്ഡ് ആണ്. അങ്ങനെയാണെങ്കിൽ അവിടെ നമുക്കറിയാം അവിടെ ഒരു അഴുക്ക് പോയി അവിടെ പറ്റിയിരിക്കും. അതുപോലെ തന്നെയാണ് രക്തക്കുഴലുകൾ ഡാമേജ്ഡ് ആണെന്നുണ്ടെങ്കിൽ, രക്തക്കുഴലുള്ള വാൾസ് ഹെൽത്തി അല്ല എന്നുണ്ടെങ്കിൽ അവിടെ ഈ കൊളസ്ട്രോൾ അടിയാനുള്ള സാധ്യത കൂടുതലാണ്. എപ്പോഴാണ് ഈ രക്തക്കുഴലിൻ്റെ വാൾസിന് പ്രശ്നം വരുന്നത്? ഈ പ്രഷർ വളരെ ഹൈ ആണ്, ബ്ലഡ് പ്രഷർ വളരെ ഹൈ ആണ്. ഇപ്പോൾ എന്ത് വെച്ചാൽ പ്രഷർ, ഈ രക്തക്കുഴലിനുള്ളിലെ പ്രഷറാണ് ഈ പറയുന്ന പ്രഷർ എന്ന് പറയുന്നത്. ആ രക്തക്കുഴലിൻ്റെ വാൾസിനെ അത്
നശിപ്പിച്ചുകൊണ്ടിരിക്കും. അവിടെ ചെറിയ ചെറിയ ഇഞ്ചുറീസ് ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പോൾ ആ ഇഞ്ചുറീസ് എല്ലാം കൊളസ്ട്രോൾ ഹൈ ആണെങ്കിൽ അതവിടെ പോയി ഡെപ്പോസിറ്റ് ചെയ്യും. അതുപോലെ രക്തക്കുഴലുകളെ ഈ ഡാമേജ് ഉണ്ടാക്കുന്ന വേറെ കാരണമാണ് പുകവലി. പുകവലിക്കുമ്പോൾ പുകയിലെ ടോക്സിൻസും അതിൽ ഈ നിക്കോട്ടിനും അതുപോലെ മറ്റ് പല ടോക്സിൻസും ഉണ്ട്. അതെല്ലാം രക്തക്കുഴലിലെ വാൾസിന് ഇഞ്ചുറി ഉണ്ടാകും. അപ്പോൾ അതും എല്ലാം അവിടെ എല്ലാം കൊളസ്ട്രോൾ പോയി ഡെപ്പോസിറ്റ് ഫൈനൽ പ്രോസസ്സ് കൊളസ്ട്രോൾ അടിക്കുക എന്നുള്ളതാണ്. അതവിടെ വന്ന് ഇരുന്ന് ബ്ലോക്ക് അതെ നമ്മൾ അതെ അത് നമ്മൾ പല പല റീസൺ കൊണ്ടാണ് ഉണ്ടാകുന്നത്. കുറേയൊക്കെ നമ്മുടെ കയ്യിലിരിപ്പാണ്, കുറേയൊക്കെ പാരമ്പര്യമായിട്ടാണ്, കുറേയൊക്കെ ഫുഡാണ്. ഇതിൽ പാരമ്പര്യത്തിന് ഒന്നും ചെയ്യാൻ പറ്റില്ല. പാരമ്പര്യത്തിന് നമുക്ക് ചെയ്യാൻ പറ്റില്ല എന്നല്ല, ചെയ്യാനൊക്കെ പറ്റും. പക്ഷേ അത് നമ്മൾ നേരത്തെ മനസ്സിലാക്കിയിരിക്കണം. ഇപ്പോൾ ഡയബറ്റീസ് ഉണ്ട്, പാരമ്പര്യമായിട്ട് ഡയബറ്റീസ് ഉണ്ട്. ഡയബറ്റീസ് റൺസ് ഇൻ ഫാമിലീസ്. ഈ ടൈപ്പ് 2 ഡയബറ്റീസ് എന്ന് പറയുന്നത് പാരമ്പര്യമായിട്ട് വരുന്നൊരു അസുഖമാണ്. ഒരു നല്ലൊരു പങ്ക് പാരമ്പര്യമായിട്ട് വരുന്ന അസുഖമാണ്. പിന്നെ തടി കൂടുമ്പം ഡയബറ്റീസ് വരാം, അങ്ങനെ പല റീസൺസ് ഉണ്ട്. പക്ഷേ നല്ലൊരു പങ്ക് പാരമ്പര്യമാണ്. അതുകൊണ്ടവർക്ക് നേരത്തെ അത് മനസ്സിലാക്കി നേരത്തെ അതനുസരിച്ച് പ്രിവെൻറ്റീവ് മെഷേഴ്സ് എടുത്തു കഴിഞ്ഞാൽ ഹെൽത്തി ആയിട്ടിരിക്കും. ഇപ്പം എനിക്ക് പാരമ്പര്യമായിട്ട് ഹാർട്ടിന് അസുഖമുള്ളൊരു ഫാമിലിയാണെന്നിരിക്കുക. അങ്ങനെയാണെങ്കിൽ ഏത് പ്രായത്തിൽ ഞാൻ എൻ്റെ ഹൃദയത്തിന് വേണ്ടിയിട്ട് ഏത് തരം ടെസ്റ്റ് ചെയ്യണം? റെക്കമെൻഡേഷൻസ് 35 വയസ്സാണ്. 35 വയസ്സ് കഴിയുമ്പോഴേക്കും നമ്മൾ ചെക്ക് ചെയ്ത് നോക്കണം. ഷുഗർ ചെക്ക് ചെയ്ത് നോക്കുക, കൊളസ്ട്രോൾ ചെക്ക് ചെയ്ത് നോക്കുക. അതാണ് ബേസിക് ടെസ്റ്റ്. ഇത് രണ്ടും നോക്കുക. LDL ചീത്ത കൊളസ്ട്രോൾ എത്രയാണ്, HDL നല്ല കൊളസ്ട്രോൾ എത്രയാണ്, ബ്ലഡ് ഷുഗർ എത്രയാണ്. നമുക്കൊരു ഐഡിയ കിട്ടും. നമുക്ക് ഹാർട്ട് അറ്റാക്ക് വരാനുള്ള, ഒരു ഹാർട്ട് പ്രോബ്ലം ഫ്യൂച്ചറിൽ വരാനുള്ള സാധ്യത എന്തുമാത്രം ഉണ്ടെന്നുള്ളൊരു ഐഡിയ കിട്ടും. അപ്പോൾ നമ്മുടെ LDL വളരെ ഹൈ ആണ്, 190 ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനനുസരിച്ചുള്ള മെഷേഴ്സ് എടുക്കണം, ട്രീറ്റ്മെൻറ്റ് എടുക്കണം, അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് വരുത്തണം, എന്നാലേ വരാണ്ടിരിക്കുകയുള്ളൂ. ഇപ്പം ഞാൻ ഇന്ന് വായിച്ചൊരു ആർട്ടിക്കിളാണ്. ഒരു ഫേമസ് ആയിട്ടുള്ളൊരു ന്യൂറോ സർജനാണ്. അദ്ദേഹത്തിന് പെട്ടെന്ന് ഹാർട്ട് അറ്റാക്ക് വന്നു. ഹാർട്ട് അറ്റാക്ക് ആണോ, നമ്മൾ അത് ECG എടുത്തു അദ്ദേഹത്തിൻ്റെ. അപ്പോൾ അതിൽ ECGയിൽ വേരിയേഷൻ ഇല്ല, പക്ഷേ ഹാർട്ട് അറ്റാക്ക് ആണ്. പിന്നീടാണ് അത് അദ്ദേഹത്തിന് ബ്ലോക്കുകൾ പലതുണ്ടെന്ന് പറയുന്നത്. അപ്പോൾ ഈ ഹാർട്ടിന് എന്തെങ്കിലും പ്രശ്നം വന്നാൽ അപ്പോൾ തന്നെ ECGയിൽ ഒരു വേരിയേഷൻ വരത്തില്ലേ? ഈ പെട്ടെന്നൊരു രക്തക്കുഴൽ കംപ്ലീറ്റ് അടഞ്ഞു പോയി കഴിഞ്ഞാൽ ECGയിൽ ഒരുപാട് ചേഞ്ചസ് കാണാം. പക്ഷേ ചിലപ്പോൾ അതുപോലെ ആയിരിക്കില്ല, മൈനർ ഹാർട്ട് അറ്റാക്ക് ആയിരിക്കും. മൾട്ടിപ്പിൾ ബ്ലോക്സ് ഉണ്ടാവും, മൈനർ ഹാർട്ട് അറ്റാക്ക് ആയിരിക്കും. മൈനർ ECG ചേഞ്ചസേ കാണുകയുള്ളൂ. അതിൽ ഹാർട്ട് അറ്റാക്ക് ഡയഗ്നോസ് ചെയ്യുന്നത് ഈ എൻസൈംസ് ലെവൽസ് വെച്ചിട്ടാണ്. ഇപ്പോൾ ട്രോപ്പോണിൻ എന്നൊക്കെയുള്ള ടെസ്റ്റുകളുണ്ട്. ട്രോപ്പോണിൻ, CPK തുടങ്ങിയ ടെസ്റ്റുകളിൽ അതിൻ്റെ ലെവൽസ് നോക്കിയിട്ടാണ് ഹാർട്ട് അറ്റാക്ക് ആണോ ഇല്ല എന്നുള്ളത് പറയുന്നത്. അത് ഫസ്റ്റ് വാല്യൂ ചിലപ്പോൾ നോർമലായിരിക്കും, സെക്കൻഡ് വാല്യൂ ആയിരിക്കും കൂടുതലാവുക. അപ്പോഴേ കുറച്ച് ടൈം എടുക്കുക ഇതൊക്കെ റിലീസ് ചെയ്ത് വരാനായിട്ട്, ബ്ലഡിൽ അത് മാനിഫെസ്റ്റ് ചെയ്ത് വരാനായിട്ട്. അപ്പോൾ 2-3 പ്രാവശ്യം ട്രോപ്പോണിൻ ചെയ്ത് നോക്കിയിട്ട് അത് നെഗറ്റീവ് ആണെങ്കിൽ ഹാർട്ട് അറ്റാക്ക് ഇല്ലയെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. അതുപോലെ തന്നെയാണ് ECG എല്ലാം ഒറ്റ ECG വെച്ചിട്ട് നമുക്ക് ഹാർട്ട് അറ്റാക്ക് ആണോ ഇല്ല എന്നുള്ളത് ചിലപ്പോൾ പറയാൻ പറ്റില്ല. പക്ഷേ മാസീവ് അറ്റാക്ക് ആണെന്നുണ്ടെങ്കിൽ എന്തായാലും ECG വേരിയേഷൻ ഉണ്ടായിരിക്കും. പിന്നെ ഈ ചെറിയൊരു ഹാർട്ട് അറ്റാക്കിൽ പോലും പെട്ടെന്നൊരു കാർഡിയക് അറസ്റ്റ് വരാം. കാർഡിയക് അറസ്റ്റും ഹാർട്ട് അറ്റാക്കും രണ്ടാണ്. കാർഡിയക് അറസ്റ്റ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഹൃദയം നിലച്ചു പോകുന്നൊരവസ്ഥയാണ്. ഇപ്പോൾ ഈ ഹാർട്ടിലേക്ക് ഒരു ഭാഗത്തേക്കുള്ള രക്തോട്ടം കുറവാണെന്നുണ്ടെങ്കിൽ ആ ഭാഗത്തുനിന്ന് ഹാർട്ടിൻ്റെ അബ്നോർമൽ ബീറ്റ്സ് വന്നിട്ട് പെട്ടെന്ന് ഈ വെൻട്രിക്കുലർ ഫിബ്രിലേഷൻ എന്ന് പറയും, ഹാർട്ട് കൺട്രാക്ട് ചെയ്യേണ്ട ഹാർട്ടിൽ നിന്ന് വിറച്ചുകൊണ്ടിരിക്കും. ബ്ലഡ് പുറത്തേക്ക് പോകത്തില്ല, ഹാർട്ട് കൺട്രാക്ട് ചെയ്യില്ല, വിറച്ചുകൊണ്ടിരിക്കുകയുള്ളൂ. അതാണ് കാർഡിയക് അറസ്റ്റ് എന്ന് പറയുന്നത്. അതുവരെ ഒരു മാസീവ് ഹാർട്ട് അറ്റാക്ക് വരണമെന്നില്ല. ഒബ്വിയസ്ലി മാസീവ് ഹാർട്ട് അറ്റാക്കിൽ അത് വരാനുള്ള സാധ്യത അധികമാണ്. പക്ഷേ ഒരു മൈനർ ഹാർട്ട് അറ്റാക്കിൽ പോലും ഒരു വെൻട്രിക്കുലർ ഫിബ്രിലേഷൻ വന്നിട്ട് ഒരു കാർഡിയക് അറസ്റ്റ് വരാനും സഡൻ കാർഡിയക് ഡെത്ത് വരാനുള്ള സാധ്യതയുണ്ട്. ഇപ്പം കാർഡിയക് അറസ്റ്റും ഹാർട്ട് അറ്റാക്ക് രണ്ടായെന്ന് പറയുന്ന പോലെ തന്നെ ഇപ്പം ചിലപ്പോൾ ഈ ഗ്യാസിൻ്റെ വേദനയും ഹാർട്ട് അറ്റാക്കും നമുക്ക് തിരിച്ചറിയാൻ പറ്റത്തില്ല. ഇപ്പോൾ എൻ്റെ അമ്മയ്ക്ക് ഒരു ദിവസം വൈകുന്നേരം ഭയങ്കരമായ നെഞ്ചുവേദനയാണ്, ഒരു രക്ഷയില്ല, നിൽക്കാനും ഇരിക്കാനും പറ്റത്തില്ല, വേദന കൊണ്ട് അമ്മ പൊളയുകയാണ്. അപ്പം മൈ ഫാദർ ഡൈഡ് ദി സെയിം വേ. അപ്പം അതുകൊണ്ട് തന്നെ അതെൻ്റെ ഗ്രാൻഡ് ഫാദറിനും ഇങ്ങനെ വന്നിട്ട് ഗ്യാസ് ആണെന്നും പറഞ്ഞ് 6 മാസം ഇരുന്നിട്ട് ഫൈനലി ഹാർട്ട് അറ്റാക്ക് അയാൾ മരിച്ചുവാണ് ചെയ്തത്. ഇത് വന്ന് ഞങ്ങൾ വല്ലാണ്ട് പേടിച്ചു. അപ്പം തന്നെ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് എടുക്കുന്നു, ഓടുന്നു, എമർജൻസി ചെല്ലുന്നു, ECGയിൽ ഒരു വേരിയേഷനും ഇല്ല, ഒന്നുമില്ല. അവസാനം ഗ്യാസിൻ്റെ ഇഞ്ചക്ഷൻ വെച്ച് കഴിഞ്ഞപ്പോൾ ഇത് ഗ്യാസ് ആയിരുന്നു. ഈ ഗ്യാസിൻ്റെ പെയിനും ഈ ഹാർട്ട് അറ്റാക്കും തമ്മിൽ എങ്ങനെയാണ് നമ്മൾ തിരിച്ചറിയുന്നത്? ഭാഗ്യവശാൽ എനിക്ക് ഇതുവരെ അങ്ങനെ വന്നിട്ടില്ല, അതുകൊണ്ട് എനിക്കത് പറയാൻ പറ്റില്ല. എനിക്ക് മറ്റുള്ളവർ ഷെയർ ചെയ്ത എക്സ്പീരിയൻസേ പറയാൻ പറ്റുള്ളൂ. പിന്നെ നമ്മൾ ടെക്സ്റ്റ് ബുക്ക് വായിച്ചിട്ടുള്ള അറിവുകളേ ഉള്ളൂ. രണ്ടും തമ്മിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ എപ്പോഴും പറ്റണമെന്നില്ല. പ്രത്യേകിച്ച് നമ്മുടെ ഹാർട്ടിൻ്റെ അടിഭാഗത്ത് വരുന്ന അറ്റാക്കുണ്ട്, ഇൻഫീരിയർ വാൾ MI എന്ന് പറയും. അത് ഈ വയറിനോട് ചേർന്നിരിക്കുന്ന ഒരു ഭാഗമാണ്. അപ്പോൾ അതിൻ്റെ പെയിനും ഈ ഗ്യാസ്ട്രൈറ്റിസിൻ്റെ പെയിനും പല സമയത്തും സിമിലർ ആയിട്ടായിരിക്കാം. അപ്പോൾ അതുകൊണ്ട് ഇത് നിങ്ങൾ ചെയ്തത് വളരെ നല്ല കാര്യമാണ്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ പോവുക, ECG എടുക്കുക, ECG എന്തെങ്കിലും ഉണ്ടോ ഇല്ലെന്ന് നോക്കുക. ECG ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ നമ്മളൊരു 70% സേഫാണ്. ഒരു ട്രോപ്പോണിൻ ചെയ്ത് നോക്കുക, അത് നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ ഒരു 80% സേഫാണ്. 2 പ്രാവശ്യം ട്രോപ്പോണിൻ ചെയ്ത് നോക്കുക, അത് രണ്ടാമത്തെ വലിയ നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ 100% സേഫാണ്, ഹാർട്ട് പ്രോബ്ലം ഇല്ല.
പിന്നെ ഒബ്വിയസ്ലി ഗ്യാസിൻ്റെ മെഡിസിൻസ് കൊടുക്കുമ്പോൾ റിലീഫ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊരു അസിഡിറ്റിയുടെ പ്രോബ്ലം ആയിരുന്നിരിക്കണം. അതെ ആയിരുന്നു. അങ്ങനെയാണ്. പക്ഷേ കൊണ്ടുപോകാതിരുന്നാൽ നമുക്ക് പറയാൻ പറ്റില്ല. അത് പറയാൻ പറ്റില്ല. എന്തായാലും കൊണ്ടുപോകണം. കൊണ്ടുപോകുക, ഈസി എടുക്കുക, ഒരു ഡ്രോപ്പ് പണി ചെയ്ത് നോക്കുക. ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ സേഫ് ഹാപ്പി വീട്ടിൽ പോകാലോ. അങ്ങനെ ഞങ്ങൾ ഹാപ്പി ആയിട്ട് വീട്ടിൽ വന്നു. പക്ഷെ കുറച്ച് നേരം കൊണ്ട് ഞങ്ങളുടെ എല്ലാ ഹാർട്ടും അത് പക്ഷേ നിങ്ങൾ ചെയ്ത് അങ്ങനെ തന്നെ ചെയ്യണം. വീട്ടിൽ വെച്ചുകൊണ്ടിരിക്കരുത്. ഹാർട്ട് അറ്റാക്ക് ആണെന്നുണ്ടെങ്കിലോ സത്യം അതിലൂടെ പോയി കടന്നു പോകാനുള്ളൊരു ഇതാ സമയത്ത് ഉണ്ടായിരുന്നില്ല. ഇനി ഡോക്ടർ ഇപ്പം ഡോക്ടർ ഇൻ്റർവെൻഷണൽ കാർഡിയോളജിസ്റ്റാണ്. അപ്പോൾ സ്ട്രക്ചറൽ ഇൻ്റർവെൻഷനാണ് ഡോക്ടർ ചെയ്യുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ എന്താണ് ഈ സ്ട്രക്ചറൽ ഇൻ്റർവെൻഷൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ കീഴിൽ എന്തൊക്കെയാണ്? ഈ സ്ട്രക്ചറൽ ഇൻ്റർവെൻഷൻ എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഈ ബ്ലോക്സ് മാറ്റുന്നതാണ് ഈ കൊറോണറി ആൻജിയോപ്ലാസ്റ്റി എന്ന് പറയുന്നത്. അതൊഴിച്ചുള്ള ബാക്കി ഹാർട്ടിൻ്റെ പ്രോബ്ലം എല്ലാം സ്ട്രക്ചറൽ പ്രോബ്ലം എന്നാണ് പറയുക. ഘടനാപരമായി ഹാർട്ടിനുള്ള പ്രശ്നങ്ങൾ. അതിൽ കൂടുതലായും വരുന്നത് വാൽവ് റിലേറ്റഡ് തെറാപ്പീസാണ്. വാൽവ് ചുരുക്കം വരാം, വാൽവ് ലീക്ക് വരാം. അതിനെയൊക്കെ മുൻപ് ഒരു കാലത്ത് അതിനൊക്കെ ഓപ്പൺ സർജറി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇപ്പോൾ കഴിഞ്ഞൊരു 10, 15, 20 വർഷമായിട്ട് ഇതിനെല്ലാം ഓപ്പറേഷൻ ഇല്ലാണ്ടുള്ള ട്രീറ്റ്മെൻ്റ് ഉണ്ട്. അതിനെല്ലാം കൂടെ ചേർത്തിട്ടാണ് സ്ട്രക്ചറൽ ഹാർട്ട് ഇൻ്റർവെൻഷൻ എന്ന് പറയുന്നത്. ഈ ഹാർട്ടിൽ വരുന്ന ഹോൾസ് ഉണ്ട്, അതും എല്ലാം ഒരു സ്ട്രക്ചറൽ ഹാർട്ട് ഇൻ്റർവെൻഷൻ്റെ പരിധിയിൽ വരുന്നതാണ്. അത് ജന്മനുള്ള ഹോൾസ് ഉണ്ട്, ഈ ASD, VSD, PD എന്നൊക്കെ പറയും. അതെല്ലാം പീഡിയാട്രിക് കാർഡിയോളജിയുടെ വിഭാഗത്തിൽ കുട്ടികളിൽ വരുന്ന ഹൃദ്രോഗങ്ങളാണെങ്കിലും പലപ്പോഴും അതെല്ലാം നമ്മൾ മനസ്സിലാക്കുന്നത് അഡൾട്ട്സിലായിരിക്കും. അപ്പോൾ അതും എല്ലാം ഒരു സ്ട്രക്ചറൽ ഹാർട്ട് ഇൻ്റർവെൻഷൻ്റെ പരിധിയിൽ വരും. അപ്പോൾ സ്ട്രക്ചറൽ ഹാർട്ട് ഇൻ്റർവെൻഷൻ എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഈ വാൽ റീപ്ലേസ്മെൻറ്റും പിന്നെ വാൽ ലീക്കിനുള്ള ക്ലിപ്പിങ്സും അങ്ങനെയുള്ള എല്ലാം കൂടെ ചേർന്നിട്ടുള്ള ഒരു മിക്സഡ് ബാഗാണ് ഈ സ്ട്രക്ചറൽ ഹാർട്ട് ഇൻ്റർവെൻഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ കുട്ടികൾ ജനിക്കുമ്പോഴും ഹൃദയത്തിൽ ഓട്ടയായിട്ട് ജനിക്കുന്ന പിള്ളേരെന്ന് പറയാറുള്ളൊരു ഇതുമായിട്ട് വരുന്നത്. അപ്പോൾ ഈ അത് എല്ലായ്പ്പോഴും നമ്മൾ കണ്ടുപിടിക്കാറില്ലേ ഡോക്ടർ? ഇപ്പോൾ ഇല്ല, അത് എല്ലായ്പ്പോഴും കണ്ടുപിടിക്കില്ല. ഇപ്പോൾ ഒരു ASD എന്ന് പറയും. ഇപ്പോൾ ഒരു ചെറിയ ASD ആണെന്നുണ്ടെങ്കിൽ അതിന് പ്രത്യേകിച്ച് സിംറ്റംസ് ഒന്നും ഉണ്ടാവില്ല, ഒരു പ്രയാസം കുട്ടി കാണില്ല, നോർമൽ കുട്ടിയായിരിക്കും. നമ്മൾ എക്കോ ചെയ്ത് നോക്കിയാലേ അറിയുള്ളൂ. പിന്നെ അത് പ്രസൻറ്റ് ചെയ്യുന്ന ലേറ്റ് ഇൻ ലൈഫായിരിക്കും. ചിലപ്പോൾ 20 വയസ്സോ 25, 30 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്കും ചെറിയൊരു കിതപ്പൊക്കെ ആയിട്ട് നോക്കുമ്പോഴായിരിക്കും ഇങ്ങനെ പ്രശ്നമുള്ളതായിട്ട് അറിയുന്നത്. അപ്പോൾ ആ സമയത്തേ അത് അറിയുള്ളൂ. പക്ഷേ വലിയ ഹോൾസ് ആണെന്നുണ്ടെങ്കിൽ നേരത്തെ അറിയും. വലിയ ഹോൾസാണ്, ഒരുപാട് ബ്ലഡ് അതിൽ കൂടെ പോവുകയാണെന്നുണ്ടെങ്കിൽ ഹാർട്ട് ഫെയിലിയറിൻ്റെ പ്രയാസങ്ങളൊക്കെ കാണും. അതിന് കുട്ടി നേരത്തെ പ്രസൻറ്റ് ചെയ്യും. പിന്നെ സ്റ്റെതസ്കോപ്പ് വെച്ച് നോക്കുമ്പം എന്തെങ്കിലും സൗണ്ട് വ്യത്യാസമൊക്കെ കാണും. പക്ഷേ ചെറിയ ഹോൾസ് ഒന്നും അറിയണമെന്നില്ല. ഇപ്പോൾ വാൽവ് റീപ്ലേസ്മെൻറ്റ്, ഇപ്പോൾ വാൽവ് തന്നെ ഇപ്പം പണ്ട് വലിയ പാടുകൾ അല്ലെങ്കിൽ വാൽവിന് ഭയങ്കര വലിയ സൈസുള്ള വാൽവുകളിൽ നിന്ന് വളരെ ചെറിയ വാൽവുകളിലോട്ട് ഇപ്പോൾ മാറി എന്നുള്ളതാണല്ലോ. അപ്പം ഇപ്പോഴത്തെ വാൽവ് റീപ്ലേസ്മെൻറ്റ് അല്ലെങ്കിൽ വാൽവ് വെക്കൽ ഇതൊക്കെ എങ്ങനെയാണ്? ഇപ്പോഴത്തെ പ്രൊസീജിയർ എങ്ങനെയാണ്? ഇവിടെ ഒരു ചെറിയൊരു ഇതെന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. അല്ലേ, ഇപ്പം അവിടെ ഒരു ചെറിയ ഇത് പോലും ഇല്ല. എന്നെല്ലാം നമ്മൾ ആൻജിയോപ്ലാസ്റ്റി ഒക്കെ ചെയ്യുന്ന പോലെ കാലിൽ കൂടെ ട്യൂബ് കടത്തിയിട്ടാണ് വാൽവ് റീപ്ലേസ്മെൻറ്റ് ചെയ്യുന്നത്. കൂടുതലായിട്ടും ചെയ്യുന്നത് അയോർട്ടിക് വാൽവും പൾമണറി വാൽവുമാണ്. ഈ പൾമണറി വാൽവിൻ്റെ പ്രശ്നം കുട്ടികളിൽ വരുന്ന ഒരു ജന്മനാ ഉള്ളൊരു പ്രശ്നത്തിൻ്റെ പാർട്ടായിട്ട് വരുന്നതാണ് പൾമണറി വാൽവ് സ്റ്റിനോസിസും പൾമണറി വാൽവ് റീഗർജിറ്റേഷൻ. സ്റ്റിനോസിസ് എന്ന് വെച്ചാൽ ചുരുക്കം, റീഗർജിറ്റേഷൻ എന്ന് വെച്ചാൽ ലീക്ക്. ഇത് രണ്ട് കുട്ടികളിൽ വരുന്ന ഒരു പ്രശ്നമാണ് പൾമണറി. നമ്മൾ അഡൾട്ട്സിൽ കൂടുതലായിട്ടും ചെയ്യുന്നത്, പ്രായമാർ കൂടുതലായും ചെയ്യുന്നത് അയോർട്ടിക് വാൽവിൻ്റെ പ്രോബ്ലമാണ്. ഈ ഒരു കാലത്ത് അതിന് ഓപ്പൺ സർജറിയേ ഉള്ളൂ. ഓപ്പൺ സർജറി എന്ന് പറയുമ്പോൾ നെഞ്ച് തുറക്കണം, പിന്നെ ഹാർട്ട് നിർത്തണം, ഈ ബൈപ്പാസ് മെഷീനിൽ പോകണം, ഹാർട്ട് ലങ് മെഷീനിൽ പോകണം, എന്നിട്ട് പിന്നെ ഹാർട്ട് തുറക്കണം, വാൽ റീപ്ലേസ് ചെയ്യണം, വാലിനോട് തുന്നി വയ്ക്കണം. ഒരു വലിയ പ്രൊസീജിയറാണ്. പക്ഷേ ഒരു ഔട്ട്കം എല്ലാം വളരെ നല്ലതായിരുന്നു. പക്ഷേ പ്രായമായവർ ഇതെല്ലാം ചെയ്യുമ്പം റിസ്ക് കൂടുതലാണ്. സപ്പോസ് ഒരു 80 വയസ്സുള്ള ഒരാൾ വരുന്നു, ആളിന് ഈ അയോർട്ടിക് വാൽവ് അടഞ്ഞിരിക്കുന്നു. ഒരു കാലത്ത് അയാളിന് ഓപ്പൺ സർജറി ചെയ്യാൻ പറ്റുള്ളൂ. 80 വയസ്സിൽ ഇത്രയും വലിയ മേജർ സർജറി ചെയ്യുമ്പോൾ അയാളുടെ ഔട്ട്കം നല്ലതാവണമെന്നില്ല. അപ്പോൾ അതിനായിട്ടാണ് ഈ ഒരു പുതിയ പ്രൊസീജിയർ വന്നത്. 2002 ഇച്ചിരി ടാവി തുടങ്ങുന്നത്. ലോകത്ത് ആദ്യമായിട്ട് ടാവി ചെയ്യുന്നത് 2002. ഇപ്പോൾ ഏകദേശം 23 വർഷമായി. ഇവിടെ കേരളത്തിലും ഇന്ത്യയിലും ഒക്കെ വന്നിട്ട് 2015, 16 ആ സമയത്തൊക്കെയാണ് കേരളത്തിലും ഇന്ത്യയിലും ഒക്കെ ആദ്യമായിട്ട് ടാവി കേസ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരുപാട് കേസുകൾ ചെയ്യുന്നുണ്ട്. ഇത് ഒരു ചെറിയ ഇൻസിഷൻ പോലും ഇല്ല, കാലിൽ കൂടെ ട്യൂബ് എടുത്തിട്ടാണ് ചെയ്യുന്നത്. അതിനായിട്ട് ചില പ്രത്യേക വാൽവ്സ് ഉണ്ട്. കുറച്ച് കോസ്റ്റ് കൂടുതലാണ്, ഒബ്വിയസ്ലി ഈ വാൽവ്സിൻ്റെ വില കൂടുതലാണ്. പക്ഷേ ഞാൻ പണ്ട് തുടങ്ങിയതിനേക്കാൾ കമ്പയർ ചെയ്യുമ്പോൾ ഇപ്പം കോസ്റ്റ് വളരെ കുറവാണ്. ഞാൻ 2017 ആദ്യമായിട്ടൊരു ടാവി ചെയ്യുന്നത്. അന്ന് അതിൻ്റെ കോസ്റ്റ് അറൗണ്ട് 20 ലക്ഷം രൂപയോളമായി. പക്ഷേ ഇപ്പോൾ അതിൻ്റെയൊക്കെ കോസ്റ്റ് ഒരുപാട് കുറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഒരുപാട് കോമ്പറ്റീഷൻ വന്നുകൊണ്ട്, മാർക്കറ്റ് ഓപ്പൺ അപ്പ് ചെയ്തുകൊണ്ട്, ഒരുപാട് പ്ലെയേഴ്സ് ഉള്ളതുകൊണ്ട്, നമുക്കറിയാമല്ലോ, ഒരുപാട് പ്ലെയേഴ്സ് വരുമ്പോഴത്തേക്കും കോസ്റ്റ് കുറയും. ഓക്കെ, അതുകൊണ്ട് ഇപ്പോൾ കോസ്റ്റ് ഒരുപാട് കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ എന്നാലും സ്റ്റിൽ ഇറ്റ് ഈസ് കോസ്റ്റ്ലി. ഇപ്പോഴും ഒരു 12-15 ലക്ഷം രൂപയോളം കോസ്റ്റ് വരുന്നുണ്ട് ഇപ്പോഴും. പക്ഷേ വളരെ സിമ്പിൾ പ്രൊസീജിയറാണ്. ഇപ്പോൾ ഡോക്ടറുടെ അടുത്ത് വരുന്ന കേസസിൽ ഏറ്റവും കൂടുതൽ കോമൺ ആയിട്ട് കാണുന്ന ഹാർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള അസുഖങ്ങൾ എന്തൊക്കെയാണ്?
ഈ സ്ട്രക്ചറൽ ഹാർട്ടിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അയോട്ടിക് സ്റ്റെനോസാണ് ഏറ്റവും കൂടുതൽ കാണുന്നത്. പിന്നെ വരുന്നത് മൈട്രൽ റീഗർജിറ്റേഷനാണ്. മൈട്രൽ റീഗർജിറ്റേഷൻ മൈട്രൽ വാൽവ് എന്ന വേറൊരു വാൽവുണ്ട്, അതിൻ്റെ ലീക്കാണ്. ഇത് രണ്ടുമാണ് കൂടുതലായിട്ടും വരുന്ന സ്ട്രക്ചറൽ ഹാർട്ട് പ്രോബ്ലംസ്. അല്ലാണ്ട് അത് എൻ്റെ പേഷ്യൻസിൽ മേ ബി ഒരു 5% അത് വരുന്നുള്ളൂ. ഒരു 95% പേരും വരുന്നത് ബ്ലോക്സുമായിട്ടാണ്. അപ്പോൾ ഇത് രണ്ടും തന്നെയാണ് നമ്മുടെ ഒരു കൂടുതലായും ചികിത്സിക്കുന്നത്. ഇപ്പോൾ ഈ ബ്ലോക്സ് എന്ന് പറഞ്ഞല്ലോ, അപ്പം ഞാനൊരു ഡോക്ടറെ അടുത്ത് സംസാരിച്ചപ്പം അദ്ദേഹം പറഞ്ഞു എല്ലാവർക്കും ഉണ്ട് കുറച്ച് ബ്ലോക്ക് അവിടെ ഇവിടെയൊക്കെ, അതെല്ലാം ഒന്നും നമ്മൾ ഇൻ്റർവീൻ ചെയ്യേണ്ട കാര്യമില്ല എന്ന്. ശരിക്കും എല്ലാ മനുഷ്യർക്കും അവിടെ ഇവിടെയൊക്കെ കുറച്ച് ബ്ലോക്സ് ഉണ്ടോ? നമ്മുടെ ഹാർട്ട് ഒരുപാട് വർഷങ്ങളായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നില്ലേ. ഒരു 50 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്ക് അതിൻ്റേതായ ഇത്രയും വർഷത്തെ ഇൻസൾട്ട് നമ്മുടെ ബ്ലഡ് വെസൽസ് ഉണ്ടായിട്ടുണ്ട്. നമ്മൾ ഭക്ഷണം കഴിക്കുന്നു, ബാഡ് ഫുഡ് കഴിക്കുന്നു, ബാഡ് ഓയിൽ കഴിക്കുന്നു, അതെല്ലാം അവിടെ ഇവിടെ ഡെപ്പോസിറ്റ് ചെയ്യും. അതുകൊണ്ട് ഒരു പ്രായം കഴിഞ്ഞാൽ ഈ ആത്രോസ്ക്ലെറോസിസ്, അതായത് കൊഴുപ്പടിയുന്നത് വളരെ വളരെ കോമൺ ആണ്. ചെറിയ ബ്ലോക്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അത് പ്രശ്നമൊന്നും ഉണ്ടാക്കില്ല. വലിയ ബ്ലോക്ക് ആകുമ്പോഴത്തേക്കും അത് പ്രശ്നം ഉണ്ടാക്കാനുള്ള ഹാർട്ട് അറ്റാക്കിലോട്ട് മാറാനുള്ള സാധ്യത അധികമാണ്. പക്ഷേ ചെറിയ ബ്ലോക്കിൽ പോലും ഹാർട്ട് അറ്റാക്ക് വരാം. അത് വേറൊരു സിറ്റുവേഷൻ. വളരെ ചെറിയ ബ്ലോക്ക് പിളർന്ന് അവിടെ പെട്ടെന്ന് ബ്ലഡ് ക്ലോട്ട് ഉണ്ടായിട്ട് ഹാർട്ട് അറ്റാക്ക് വരാം. അത് ഒരു ഹാർട്ട് അറ്റാക്ക് വരുന്നതിന് ഒരു റീസണാണ്. പക്ഷേ നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കുകയാണ്, സാധ്യത നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 90% ബ്ലോക്കിൽ ഹാർട്ട് അറ്റാക്ക് വരാനുള്ള സാധ്യത, ഒരു 30% ബ്ലോക്കിൽ ഹാർട്ട് അറ്റാക്ക് വരാനുള്ള സാധ്യതകൾ വളരെ അധികമാണ്. അതുകൊണ്ട് നമ്മൾ ജനറലി ഇൻ്റർവ്യൂ ചെയ്യുന്നത് പേഷ്യൻറ്റിന് ഒരു ചെസ്റ്റ് പെയിൻ ഉണ്ട്, ആളുടെ സിംറ്റംസ് ഉണ്ട്, ആൾ നടക്കുമ്പോൾ നെഞ്ചുവേദനയുണ്ട്. ആദ്യം ചെറിയ നെഞ്ചുവേദനയായിരിക്കും, പിന്നെ അത് പ്രോഗ്രസ് ചെയ്തുകൊണ്ടിരിക്കും. കുറച്ച് നടക്കുമ്പോൾ തന്നെ നെഞ്ചുവേദന വരും. നമുക്കറിയാം അത് അയാൾ ഡിറ്റീറിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ആളുടെ പ്രയാസം കൂടിക്കൊണ്ടിരിക്കുകയാണ്, അയാൾ ക്വാളിറ്റി ഓഫ് ലൈഫിനെ അഫക്റ്റ് ചെയ്യുകയാണ്. ഇയാൾക്ക് ഹാർട്ട് അറ്റാക്ക് വരാനുള്ള സാധ്യത അധികമാണ്. അപ്പോൾ അയാൾക്കൊരു ഇൻ്റർവെൻഷൻ വേണം, ആൻജിയോഗ്രാം ചെയ്ത് നോക്കണം, ചെയ്താലേ കറക്റ്റായിട്ട് അറിയാൻ പറ്റുള്ളൂ. അല്ലാണ്ട് അങ്ങനെയുള്ള പേഷ്യൻറ്റിന് നമ്മൾ ജസ്റ്റ് മരുന്ന് മാത്രം കൊടുത്തുകൊണ്ടിരിക്കുന്നതിൽ കാര്യമില്ല. പക്ഷേ ഒരു സിംറ്റം ഇല്ലാത്തൊരാളിനെ നമുക്ക് പ്രത്യേകിച്ച് ചാടിക്കയറി ഇൻ്റർവ്യൂ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ ആ പേഷ്യൻസ് പോലും നമ്മളൊരു ബേസിക് ചെക്കപ്പ് നോക്കണം, അയാളുടെ കൊളസ്ട്രോളൊക്കെ നോക്കണം, LDL ഒക്കെ നോക്കണം, എന്നിട്ട് അതെല്ലാം കുറച്ചെടുക്കണം. അതൊന്നും ചെയ്യാണ്ടിരുന്നിട്ട് പിന്നീട് ഒരു ഹാർട്ട് അറ്റാക്ക് വരും നമ്മൾ വിഷമിച്ചിട്ട് കാര്യമില്ല.